ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയോ? അത് നമ്മുടെ പൊന്നു പറയും കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ അപ്പം വരികയാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം നമ്മൾ കലണ്ടറിൽ, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കലണ്ടറിൽ ഓരോ ഡേയ്സും ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നവംബർ 28 നമ്മുടെ അപ്പൻ നാട്ടിലേക്ക് വരികയാണ്. അപ്പം എന്തായാലും നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വണ്ടി ഇപ്പോൾ വരും, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ അമ്മ അവിടെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഡ്രസ്സ്. ഇതിൻ്റെ ഒരു നമ്മുടെ മീഷോ ഫൈൻ്റെ ആണിത്. നമ്മൾ മീഷോ ഒന്ന് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സെയിം ഡ്രസ്സാണ്. ഇത് നല്ലൊരു അടിപൊളി ഒരു ഷർട്ടും അതുപോലെ നല്ലൊരു ബ്ലാക്ക് സ്കേർട്ടുമാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വേറൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ എന്തായാലും അധികം പറഞ്ഞ് ഞാൻ ചളാക്കുന്നില്ല. നമ്മളപ്പനെ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ 10 മണിക്കാണ്, കോഴിക്കോടാണ് ലാൻഡിങ്. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് അപ്പൻ കയറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി എന്തായാലും ബാക്കിയുള്ള വീഡിയോസൊക്കെ പിന്നാലെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട്. അപ്പം ഇനി ഒന്നും നോക്കാതെ നമ്മൾ നേരെ കോഴിക്കോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ വണ്ടിയിൽ കയറി കുറച്ച് കണ്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പൊന്നിന് വിശപ്പ് തുടങ്ങി കേട്ടോ. സംഭവം ഞങ്ങൾ കുറച്ച് നേരത്തെ ഫുഡ് കഴിച്ചതായിരുന്നു. വണ്ടി വരാൻ ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം പിന്നെ കുറച്ച് നേരത്തെ ഫുഡ് കഴിച്ചതല്ലേ, അപ്പോഴേക്കും നമ്മുടെ പൊന്നിന് വിശപ്പ് തുടങ്ങി. അപ്പോൾ ചെറിയ രീതിയിലൊരു സ്നാക്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കോഴിക്കോട് എത്തി. ഇതാണ് അപ്പോൾ നമ്മുടെ എയർപോർട്ട്. അപ്പോൾ 10 മണിക്കായിരുന്നു ലാൻഡിങ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാ സംഭവങ്ങളും ലഗേജ് കാര്യങ്ങളൊക്കെ കിട്ടി പുറത്തേക്ക് വരുമ്പോഴേക്കും ഒരു 10:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ അപ്പ ആഫ്റ്റർ 1 ഇയറിന് ശേഷം വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് ഞങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് കാണുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വണ്ടി പാർക്കിങ്ങിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി വന്ന് നമ്മൾ ലഗേജൊക്കെ അതിൽ വെക്കുകയാണ്. പൊന്നിതാ ഭയങ്കര കഷ്ടപ്പെട്ട് ഈ പെട്ടി വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. സംഭവം വേറെ ഒന്നല്ല, അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും എന്ന് അറിയാനുള്ള ഭയങ്കര ഒരു ആകാംക്ഷയോട് കൂടി തന്നെയാണ് ഇത് വലിച്ചു കെട്ടി പോകുന്നത്, വേറെ ഒന്നല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ടൈമൊക്കെ ആയ കാരണം നമുക്ക് ഭയങ്കരമായിട്ട് വിശന്ന് തുടങ്ങി ഗൈസ്. പിന്നെ ഞങ്ങളൊക്കെ അല്ലേ ആൾക്കാർ, നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് പോന്നു കഴിഞ്ഞപ്പോൾ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ പ്രതീക്ഷിച്ച സംഭവങ്ങളൊന്നും ഇല്ല എന്തായാലും ഈ രാത്രി നേരം ആയതുകൊണ്ട്. അപ്പോൾ ഫ്രൈഡ് റൈസിലും അൽഫാമിലൊക്കെ ഒതുക്കി നമ്മൾ. അപ്പോൾ നമ്മളവിടെ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ മെനു അവർ പറയുമ്പോഴും അധികം ഫുഡ് കാര്യങ്ങളുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അലക്കാം എന്നുള്ളൊരു മൈൻഡിൽ ഞാൻ അൽഫാം പറഞ്ഞു. പിന്നെ അമ്മയും വേണ്ടി ഫ്രൈഡ് റൈസാണ് പറഞ്ഞത്. പിന്നെ അപ്പൻ മറ്റേ ചപ്പാത്തിയും പിന്നെ ഒരു ചിക്കൻ കറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഫുഡ്